പക്ഷെ അത് വലിയൊരു മാർക്കറ്റാണ്. അത് എങ്ങനെ അതിലേക്ക് കടന്നു എന്ന് പരിചയപ്പെടുത്തി. അപ്പോൾ ഒരു ദിശാബോധമുള്ള ഒരു നല്ല വ്യവസായി, അതായത് ഒരു നല്ല ഇൻഡസ്ട്രിയലിസ്റ്റാണ്. അത് മാത്രമല്ല ചാരിറ്റി, ധാരാളം ആളുകളെ സഹായിക്കുന്ന, ആളുകളെ എഡ്യൂക്കേഷണലായിട്ടും അല്ലെങ്കിൽ ക്യാൻസർ പേഷ്യൻസിന് സാമൂഹിക രംഗത്ത് വലിയ പ്രതിബദ്ധത പുലർത്തുന്ന ഒരു ശക്തനായ ദൈവത്തിൻ്റെ സ്വന്തം നാടായ ഈ കൊച്ചു കേരളം ധാരാളം വിദേശീയരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചത് സുഗന്ധവ്യഞ്ജനങ്ങൾ അഥവാ സ്പൈസസ് ആയിരുന്നു. കപ്പലുകൾ കയറി നമ്മുടെ ഈ കൊച്ചു നാട്ടിലേക്ക് വന്നു. അവർ കാട്ടിക്കൂട്ടിയതും നേടിയതും ചെറുതല്ല. ഇന്ന് വെൽക്കം ടു കോഫി വിത്ത് ലൂക്കിൽ എന്നോടൊപ്പം ഉള്ളത് സ്പൈസസ് മേഖലയിൽ അഗ്രഗണ്യനായ, അല്ലെങ്കിൽ കിങ് ഓഫ് സ്പൈസസ് എന്ന് പറയുന്ന ഒരു ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ എന്ന് തന്നെ പറയാം. ഡോക്ടർ വിജു ജേക്കബ് എന്ന് പറയുന്ന സിന്തൈറ്റ് എന്ന സ്ഥാപനത്തിൻ്റെ ഇപ്പോഴത്തെ MD-യും അതിൻ്റെ എല്ലാമായ ഡോക്ടർ വിജു ജേക്കബ്. ഡോക്ടർ വിജു ജേക്കബ്, വെൽക്കം ടു കോഫി വിത്ത് ലൂക്ക്. ഇന്ന് സ്പൈസസ് മേഖലയിലും ഒരു വല്ലാത്ത അപ്രമാദിത്വം, 40% നിങ്ങളുടെ ഷെയറാണ്, നിങ്ങളാണ്. പറഞ്ഞാട്ടെ കോഫി വിത്ത് ലൂക്കിലേക്ക്. Thank you for inviting me for the Coffee with Luke. I'm very thankful to it. Thank you. മോസ്റ്റ് വെൽക്കം. അപ്പം ഇന്ന് CV ജേക്കബ് എന്ന് പറയുന്ന പിതാവ്, അദ്ദേഹം ഒരു കോൺട്രാക്ടറായിരുന്നു. പക്ഷേ അദ്ദേഹം എടുത്തു വച്ച കാല് അത് ഉയർന്നു തന്നെ ഇരുന്നു. ഇന്ന് ഈ സ്പൈസസ് മേഖലയിൽ, അതായത് നിങ്ങളെ വെല്ലാൻ ഇപ്പോൾ ആരുമില്ല. വിയറ്റ്നാം, ബ്രസീൽ, US, ചൈന, റുവാണ്ട, അങ്ങനെ ശ്രീലങ്ക, വിവിധ രാജ്യങ്ങളിൽ നിങ്ങൾ എത്തിച്ചേർന്ന് കഴിഞ്ഞു. എവിടെയാണ് തുടക്കം? എന്തായിരുന്നു നിങ്ങളുടെ മിഷൻ? അതായത് സ്പൈസസ് എന്ന് പറയുമ്പോൾ നിങ്ങളതിൻ്റെ അബ്സ്ട്രാക്റ്റ് അല്ലേ, ഈ മസാലകളൊക്കെ അതിൽ നിന്ന് ഒരുപക്ഷെ എടുത്ത് അതിൻ്റെ ഏറ്റവും വലിയ അതിൻ്റെ കണ്ടൻ്റ് അല്ലേ, അത് ലിക്വിഡ് രൂപത്തിലേക്കാക്കി, അതാണ് നിങ്ങൾ. പക്ഷെ അത് വലിയൊരു മാർക്കറ്റാണ്. അത് എങ്ങനെ അതിലേക്ക് കടന്നു എന്ന് പരിചയപ്പെടുത്തി. 1970 എൻ്റെ ഫാദർ ജപ്പാനിലൊരു എക്സ്പോയ്ക്ക് പോയിരുന്നു. ആ എക്സ്പോയിൽ നിന്ന് കിട്ടിയ ഒരു ഐഡിയ വെച്ചാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇനീഷ്യലി സിന്തൈറ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡ് തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ഒരു സിന്തറ്റിക് ഫ്രാഗ്രൻസ് അല്ലെങ്കിൽ സിന്തറ്റിക് ഫ്ലേവേഴ്സ് ഉണ്ടാക്കാനായിരുന്നു. അതിൽ നിന്ന് വ്യതിചലിച്ച് ഇവിടെ വന്നപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്പൈസസ് ആണെന്ന് കണ്ട് ഫാദറിൻ്റെ റിലേറ്റീവ് ഒരു തോട്ട് പ്രോസസ്സ് കൊടുത്തു. അങ്ങനെയാണ് ഞങ്ങൾ CFTRA എന്ന് പറഞ്ഞ മൈസൂറുള്ള ടെക്നോളജി സെൻറ്ററിൽ ചെന്ന് അവരോട് ഒരു ടെക്നോളജി ചോദിച്ചു. പക്ഷേ ആ ടെക്നോളജി വെച്ച് ഞങ്ങൾ 1970 നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തെങ്കിലും 1976 വരെ ഒരു സ്ട്രഗിളിങ് പീരീഡായിരുന്നു. കാരണം ആ പ്രോസസ്സൊന്നും പ്രോപ്പറായിട്ട് ചെയ്യാൻ സാധിച്ചില്ല. പക്ഷെ അതൊന്നും ആ സ്ട്രഗിളിങ് പീരീഡിൽ നല്ലൊരു സ്ട്രഗിളിങ് പീരീഡ് ആയതുകൊണ്ട് മാത്രമല്ല, ആ സമയം ഇത്രയും 6 വർഷവും വളരെ കഷ്ടപ്പെട്ടു. പക്ഷേ ആ കഷ്ടപ്പാടിൻ്റെ ഒരു റിസൾട്ടാണ് ഇന്നിപ്പോൾ കാണുന്നത്.
അപ്പോൾ അതിനു മുമ്പ് കേരളത്തിൽ ആരും ഇങ്ങനെയുള്ള ഒരു അബ്സ്ട്രാക്ട് ഫോമിലേക്ക് ഇൻഡസ്ട്രി ആരംഭിച്ചിട്ടില്ല, ആരും വന്നിട്ടില്ല. അപ്പം നിങ്ങൾക്ക് സ്പൈസസ് നിങ്ങൾക്കിപ്പോൾ അന്ന് ഫാമിംഗ് വല്ലതും ഉണ്ടോ? നിങ്ങൾ എസ്റ്റേറ്റുകൾ വല്ലതും ഉണ്ടായിരുന്നു? ഇല്ല, ഞങ്ങളിവിടെ കേരളത്തിലുണ്ടാകുന്ന പെപ്പർ, ജിഞ്ചർ, ടേമറിക്, ജാതിക്ക ഇതെല്ലാം മേടിച്ച് ഇവിടുത്തെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു പ്രൊഡക്റ്റായിരുന്നു, സിംഗിൾ പ്രൊഡക്റ്റായിരുന്നു. പെപ്പറും 10 ജോലിക്കാരുമായിരുന്നു. ഇന്ന് 2000-3000 പ്രോഡക്റ്റ് ഉണ്ട്, ഡിഫറെൻറ്റ് വേർഷൻസ് ഓഫ് പ്രോഡക്റ്റ് ഉണ്ട്. സ്പൈസസിൻ്റെ എല്ലാ തലത്തിലുള്ള സ്പൈസസും നമ്മൾ ചെയ്യുന്നുണ്ട്. ആ സ്പൈസസും മാത്രമല്ല, അന്ന് ഒരു പ്രൊഡക്റ്റും 10 പേരെന്ന് പറഞ്ഞെടുത്ത് ഇന്ന് 3000 പ്രൊഡക്റ്റും 3000 ജോലിക്കാരും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പം 3000 ജോലിക്കാരും ഉണ്ട്, 3000 പ്രോഡക്ട്സും ഉണ്ട്. അപ്പോൾ അതെല്ലാം സിന്തൈറ്റിൻ്റെ സെയിം പേരിലാണോ അതോ വേറെ ഡിഫറെൻറ്റ് ഇങ്ങനെ? ഞങ്ങൾ സിന്തൈറ്റ് ഇപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് മാറി. അതായത് ഞങ്ങൾക്ക് സബ്സിഡറീസ് ഉണ്ട്. സിമേഗ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. ആ കമ്പനിയാണ് ഈ ഞങ്ങളുടെ എക്സ്ട്രാക്ഷൻ മേടിച്ചിട്ട് സീസണിങ്സ് ആക്കിയിട്ട് ഫൈനൽ വേർഷൻസിലാണ് അവരിപ്പം യൂണിലിവറിന്, നെസ്ലേക്ക്, പെപ്സിക്കൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഞങ്ങൾക്കൊരു ബ്രാൻഡുണ്ട്, കിച്ചൺ ട്രഷേഴ്സ് എന്ന് പറഞ്ഞ്. അതാണ് ലോക്കൽ മാർക്കറ്റിൽ ഇറങ്ങുന്ന ബ്രാൻഡ്. മറ്റേ ചില്ലി പൗഡർ, ഒളിയോറിസൻസ്, മസാലാസ്, ഇങ്ങനെയുള്ള ഒത്തിരി പ്രൊഡക്ട്സ് കേരള മാർക്കറ്റിൽ ഇറങ്ങുന്നത്. അല്ല, കഴിഞ്ഞ ഇൻവെസ്റ്റ് കേരളയ്ക്ക് ലോകത്തുനിന്നുമ്പാടുമുള്ള ആളുകളുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് റെക്കമെൻഡേഷൻ ഉണ്ടായതാണ് ഡോക്ടർ വിജു ജേക്കബ് സിന്തൈറ്റ് തന്നെ പ്രൊമോട്ട് ചെയ്യണമെന്നും കോഫി വിത്ത് ലോക്കിലേക്ക് കൊണ്ടുവരണമെന്നും. 3500 കോടിയുടെ ടേൺ ഓവറാണ് നിങ്ങൾക്കുള്ളത്. അപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഒരു പക്ഷേ നമ്മുടെ ഈ കൊച്ചു കേരളം, ഇപ്പം നമ്മൾ അങ്ങോട്ട് തെക്കോട്ടും വടക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ധാരാളം പിന്നെ ഇപ്പം നേരെ നമ്മൾ സ്പൈസസിനെ പറ്റി കേട്ടേക്കുന്നത് മീരാൻ ഗ്രൂപ്പൊക്കെ ആയിരുന്നു ആദ്യമേ അറിയപ്പെട്ടിട്ടുണ്ട്, നവാസ് ആ ഗ്രൂപ്പൊക്കെ. അത് കഴിഞ്ഞ് സിന്തൈറ്റിൻ്റെതായ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു. അപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ആദ്യത്തെ വിഷം, നിങ്ങൾക്ക് ഈ ടെക്നോളജി എവിടെ നിന്ന് കിട്ടി? നിങ്ങളെ ആര് സഹായിച്ചു? ഞങ്ങൾക്ക് ടെക്നോളജി ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ CFTRAയുടെ ടെക്നോളജിയാണ് ഉപയോഗിച്ചത്. പക്ഷേ അതൊരു ഫെയിലിയർ ആയിരുന്നു. 1976 ഞങ്ങൾ US-ലൊരു കമ്പനിയായിട്ട് JW മാൻഹൈമറായിട്ടുള്ള ഒരു ഡിസ്കഷനിൽ ഞങ്ങൾ പ്രൊഡക്റ്റ് അയച്ചു കൊടുത്തു. പ്രൊഡക്റ്റ് ഫെയിലായിപ്പോയി. അപ്പം ഫാദർ റിക്വസ്റ്റ് ചെയ്തു ഞങ്ങൾക്ക് ഇതിനെ സക്സസ് ആക്കാനായിട്ട് ഒരു സപ്പോർട്ട് തരാമോ എന്ന് ചോദിച്ചു. അവരവരുടെ ടെക്നിക്കൽ ടീമിന് വന്നു. അവരാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു സക്സസ്ഫുൾ ഒരു പ്രോസസ്സിങ് സക്സസ്ഫുൾ ആക്കി തന്നത്. മാത്രമല്ല അവർ ഞങ്ങളുടെ കുറേ കാലം ഞങ്ങളുടെ ഏജൻ്റായിരുന്നു US-ൽ. അങ്ങനെ പതുക്കെ ഗ്രോ ചെയ്തു. പിന്നെ 1982 ഞാൻ ജോയിൻ ചെയ്യുന്നു. 85 ഞങ്ങൾ കോയമ്പത്തൂർ ഫാക്ടറി ഉണ്ടാക്കി. ഫ്ലവർ എക്സ്ട്രാക്ഷൻസ് മാത്രം, പെർഫ്യൂമറിക്ക് വേണ്ടിയുള്ള ഫ്ലവർ എക്സ്ട്രാക്ഷൻസ് മാത്രം. അത് ഞങ്ങൾ ഫ്രാൻസിലൊരു കമ്പനിയായിട്ട് ജോയിൻറ്റ് വെഞ്ചറിലാണ് നമ്മളത് ചെയ്തത്. അത് വളരെ സക്സസ്ഫുൾ സ്റ്റോറിയായിട്ട് ഇന്നും നടക്കുന്നു. അത് പക്ഷേ ജോയിൻറ്റ് വെഞ്ചർ ഇല്ലെങ്കിലും പക്ഷേ ഞങ്ങൾ ഓൺ പ്രൊഡക്ഷനായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇപ്പോൾ ഏകദേശം 14,000 ഫാമേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഫാമേഴ്സിനെ അവർക്ക് നിങ്ങൾ പണം കൊടുത്ത് ഫാം ചെയ്യിക്കുകയാണോ? ഇപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഞങ്ങൾ ഒരു ടൈപ്പ് വിത്ത് ഫാമേഴ്സ് ഒരു 40% ഞങ്ങൾ ഫാമേഴ്സിന് സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ ബൈബാക്കിംഗ് സിസ്റ്റം ചെയ്യുവാണ്. അതുകൊണ്ട് എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ റൈറ്റ് ആയിട്ടുള്ള പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കും, റൈറ്റ് ആയിട്ടുള്ള മാനുവർ ഉപയോഗിക്കും. നമുക്ക് നമ്മുടെ NGOs അവിടെ പോയി അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ. ഞങ്ങളുടെ സിന്തൈറ്റിൻ്റെ ബ്രാൻഡ് എന്ന് പറയുന്നത് തന്നെ വി കംപ്ലീറ്റ്ലി ഫോക്കസ് ഓൺ ക്വാളിറ്റി. ക്വാളിറ്റിക്ക് യാതൊരുവിധ കോംപ്രമൈസും നമ്മൾ ഒരിടത്തും കൊടുക്കില്ല. കാരണം ബിക്കോസ് ഇറ്റ്സ് എ ഫുഡ് ഐറ്റം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബാക്ക്വേർഡ് ഇൻറ്റഗ്രേഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു ഫോർവേഡ് ഇൻറ്റഗ്രേഷൻ നമുക്ക് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ. അപ്പം കേരളത്തിൽ നിങ്ങൾ എത്ര ഇത് ഫാമേഴ്സ് ഓൾ ഓവർ ദ വേൾഡ് കാണുമല്ലോ, കേരളത്തിൽ എത്ര ഫാമേഴ്സിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു? കേരളത്തിൽ കാര്യമായിട്ട് ഫാമേഴ്സ് ഇല്ല. കാരണം ആ ഫാമിംഗ് കമ്മ്യൂണിറ്റി നിന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. കാരണം ഇവിടെ ലാർജ് സ്കെയിൽ വോളിയം ഓഫ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത് കാടമം, പിന്നെ റബ്ബർ, കോഫി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ബാക്കിയുള്ള സ്റ്റേറ്റുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അടുത്ത തലമുറ അതിന് ഈ വെയിൽ കൊള്ളാനോ അല്ലെങ്കിൽ പുറത്ത് പോയി ജോലി ചെയ്യാനോ ഫാമിംഗ് ചെയ്യാനായിട്ട് അവർക്ക് താല്പര്യമില്ല. ബേസിക്കലി അതാണ് ഒരു റീസൺ തന്നെ, അല്ലാതെ വേറെ സ്ഥലമില്ലാഞ്ഞിട്ടോ ഒന്നുമില്ല. കാരണം ബിക്കോസ് ഇവിടെയുള്ള ഫാമേഴ്സ് എന്ന് പറയുന്നത് ഇൻറ്റഗ്രേറ്റഡ് ക്രോപ്പിംഗ് ആണ്. കൾട്ടിവേഷൻ ഇൻറ്റഗ്രേറ്റഡ് ക്രോപ്പിംഗ് തമ്മിൽ 2 വ്യത്യാസമുണ്ട്. ഇൻറ്റഗ്രേറ്റഡ് ക്രോപ്പിംഗ് എന്ന് പറയുമ്പോൾ ഒരു 5 ഏക്കറുള്ള സ്ഥലത്ത് ഓരോ ഏക്കർ വെച്ച് പല സാധനങ്ങൾ നടും. ഒന്നിട്ട് ജിഞ്ചർ, 1 ഏക്കർ ടേമറിക്, അങ്ങനെ ഒരു ക്ലസ്റ്ററായിട്ടായിരിക്കും അവരുടെ കൾട്ടിവേഷൻ. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കോട്ടുണ്ട്, വിഷൻ ഈ സ്പെസിഫിക് കോൾ ഒരു ഡിറക്ഷൻ ദാറ്റ് ഹാസ് ബീൻ റിസീവ്ഡ് ഫ്രം റോൾ മോഡൽസ്. ഒരു പിതാവിൻ്റെ ദർശനം ആദ്യം പരാജയപ്പെട്ടു, പക്ഷേ അവർ പിന്മാറിയില്ല. ശ്രദ്ധിക്കൂ, 14,000 ഫാമേഴ്സ് പണം കൊടുത്ത് അവരെ സഹായിച്ച് അവർ ഉൽപ്പാദനം ചെയ്യുന്ന സാധനങ്ങൾ തിരിച്ചെടുത്ത് അവരെ സഹായിക്കുന്നു.
3500-ലധികം ജോലിക്കാർ, 3500-ലധികം കുടുംബക്കാർക്ക് അത്താണികളാണ്. അതുമാത്രമല്ല, ഡോക്ടർ വിജു ജേക്കബ് അവരുടെ ടീം, അവരുടെ ഗ്രൂപ്പ് നിരവധി മേഖലയിലേക്ക് പടർന്ന് പന്തലിച്ചു. വിൻമില്ലൊക്കെ നിങ്ങൾക്ക് ഉണ്ടല്ലേ? ഉണ്ട്. ഹോസ്പിറ്റാലിറ്റി, കൺസ്ട്രക്ഷൻ. എന്നുവെച്ചാൽ നിങ്ങളിപ്പം കൈവെക്കാത്ത കാര്യങ്ങളൊന്നുമില്ല. ഈ പണം എല്ലാം ഈ കൊണ്ടങ്ങ് ഇൻവെസ്റ്റ് ചെയ്യുക. പക്ഷേ ഞങ്ങൾ അതുപോലെ തന്നെ ഞങ്ങളുടെ സൊസൈറ്റീനെ ഞങ്ങളിപ്പോഴും പറയുന്നൊരു മെയിൻ ഇതാണ് ഗിവിങ് ബാക്ക് ടു സൊസൈറ്റി. അല്ല, ഇപ്പം മമ്മൂട്ടിയുമായി നമ്മുടെ അദ്ദേഹവുമായിട്ട് കെയർ ആൻഡ് ഷെയറിനകത്ത് നിങ്ങൾ അതിനകത്തുണ്ട്. മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ പി രാജീവ് പറയായിരുന്നു ഗവൺമെൻറ് ബോഡിയിലും ഉണ്ട്. ഓക്കെ, അത് ഏതിലൊക്കെയാണ് ഉള്ളത്? ഞാൻ എയർപോർട്ടിൻ്റെ ഡയറക്ടറാണ്. കൊച്ചിൻ എയർപോർട്ടിൻ്റെ. പിന്നെ പല ഡിസ്കഷൻസിനും ഗവൺമെൻറ് ഇപ്പം ഒപ്പീനിയൻ എടുക്കാൻ വിളിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് രാജീവിനെ സംബന്ധിച്ചിടത്തോളം രാജീവ് ഞാനും വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പല ഏരിയാസിലും. കാരണം ടു ഇൻവെസ്റ്റ് കേരളയിലേക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നല്ലോ. ഒത്തിരി കാര്യങ്ങളവിടെ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം നൗ സ്റ്റേറ്റ് ഇസ് ഓപ്പൺഡ്. അപ്പോൾ നല്ലൊരു ഓപ്പണിംഗാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഇൻവെസ്റ്റേഴ്സ് വന്നാൽ തന്നെയാണെങ്കിൽ So you are appreciating the government, right? So maybe they are supporting. I'll support the government because ആ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് തന്നെ വലിയൊരു ഇനിഷ്യേറ്റീവ് തന്നെയാണ്. ഒരു വ്യക്തി ഇൻവെസ്റ്റ് ചെയ്യാൻ വരുമ്പം അദ്ദേഹത്തിന് കൊടുക്കുന്ന ഫ്രീഡം, പണ്ടത്തെ പോലെ അല്ലാത്തൊരു ഫ്രീഡം, പിന്നെ സിംഗിൾ വിൻഡോ ക്ലിയറൻസ്, ഇതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ചില ഏരിയാസിൽ ചിലപ്പം ഗുഡ് ആൻഡ് ബാഡ് വിൽ ഹാപ്പൻ ഇൻ എനി സ്റ്റേറ്റ്. ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞപ്പോൾ പറയായിരുന്നു, ലൈക്ക് എവറി സ്റ്റേറ്റ് ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ പ്രോബ്ലംസ്. ഇപ്പം നമ്മളിവിടുന്ന് കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് കർണാടകത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞാൽ അവിടെയും പ്രോബ്ലം ഉണ്ട്, അതിൻ്റെതായ പ്രോബ്ലം. ആന്ധ്രയിൽ പോയി ആന്ധ്രയുടേതായ പ്രോബ്ലംസ് ഉണ്ട്. അതാണ് ഈ കേരളത്തിലെ ചെറുപ്പക്കാരെ സംബന്ധിച്ചോളം കേരളത്തിൽ വളർന്നിട്ടുള്ള ആളുകളുടെ സ്വഭാവം അതൊക്കെ തീയിൽ കുരുത്തതാണ്. വിജു ജേക്കബ് എന്ന് പറയുന്നത് അവർ 6 സഹോദരങ്ങളിൽ 2 ആൺകുട്ടികളാണ്. 2 അല്ലേ, നിങ്ങൾ സഹോദരങ്ങളും ബിസിനസ്സിലുണ്ട്. ബ്രദറിൻ്റെ പേര് അജു. അപ്പം ഇപ്പം ഞാനിവിടെ തന്നെ വന്നപ്പോൾ ഇവിടെ കയറുമ്പോൾ തന്നെ ഈ അതിൻ്റെയൊക്കെ ഭയങ്കര നല്ല മണമാണ്. അപ്പം പ്രകാലം ഇതിൻ്റെ ബാക്കി പ്രൊഡക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ഒരു ദിശാബോധമുള്ള ഒരു നല്ല വ്യവസായി, അദ്ദേഹം ഒരു നല്ല ഇൻഡസ്ട്രിയലിസ്റ്റാണ്. അത് മാത്രമല്ല, ചാരിറ്റി, ധാരാളം ആളുകളെ സഹായിക്കുന്ന, ആളുകളെ എഡ്യൂക്കേഷണലായിട്ടും അല്ലെങ്കിൽ ക്യാൻസർ പേഷ്യൻസിനെ സാമൂഹിക രംഗത്ത് വലിയ പ്രതിബദ്ധത പുലർത്തുന്ന ഒരു ശക്തനായ ലീഡറാണ്. ഒരുപക്ഷെ ആ പിതാവിൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ആയിരിക്കാം ഈ തലമുറകളിലൂടെ അത് വ്യാപിക്കപ്പെടുന്നത്. പിതാവിനെ പറ്റി സ്മരിക്കുമ്പോൾ എന്താ പറയാനുള്ളത്? ഫാദർ ഒരു സ്ട്രിക്റ്റ് ഒരു പേഴ്സണായിരുന്നു. കാരണം ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ തന്നെയാണെങ്കിലും അത് കൃത്യമായിട്ട് പഠിക്കണം, കൃത്യമായിട്ട് ചെയ്യണം, സമയം കീപ്പ് ചെയ്യണം, ഇങ്ങനെ ചില നിർബന്ധങ്ങളായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. കാൽക്കുലേഷൻസ്, ഇതൊക്കെ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ച കാര്യങ്ങളാണ്. അദ്ദേഹം ഇപ്പോഴും ഞാൻ ഓർക്കുന്നു, ഞാൻ ഈ മുറിയിലിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുറിയാണ് ആക്ച്വലി. എന്നെ ഇവിടെ കൊണ്ടുപോയി ഇരുത്തിയതാണ് അദ്ദേഹം. പലപ്പോഴും ഈ മുറികളിൽ വന്ന് ഡിസ്കഷൻ സമയത്തൊക്കെ എപ്പോഴും വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഡിസ്കഷൻസ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒത്തിരി പഠിക്കാൻ പറ്റി. എൻ്റെ കോളേജിൽ പഠിക്കുന്നതും എൻ്റെ ഡോക്ടറേറ്റ് എടുക്കുന്നതിനേക്കാളും ഉപരിയായിട്ട് എൻ്റെ കൂടുതൽ ലേണിംഗ് എൻ്റെ ഫാദറിൽ നിന്ന് എനിക്ക് കിട്ടിയത്. കാരണം ട്രെയിൻ ചെയ്തു, പ്രാക്ടിക്കൽ ലേണിംഗ് ആണ്, അല്ലാതെ തിയറി ലേണിംഗ് അല്ല. തിയറി ലേണിംഗ് ഇല്ലാത്തൊന്നും കാര്യമായിട്ടൊന്നും നമുക്ക് ഒരു ഇൻഡസ്ട്രിയിൽ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ മറുഭാഗത്തൊരു സംസ്ഥാനമുണ്ട്, അങ്ങനെ ഒരു ചട്ടമ്പിയാണെന്ന് വെച്ചാൽ വില്ലെന്ന് ആരെയും നോക്കിക്കണ്ട് പഠിച്ചതിന് ശേഷമേ എടുക്കാറുള്ളൂ. അടുത്ത് കഴിഞ്ഞാൽ അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കുന്ന ഒരാളാണെന്നും കേൾക്കുന്നു. അതെ, തീർച്ചയായിട്ടും. കാരണം അത് കുറേയൊക്കെ ഞാൻ എൻ്റെ ഫാദറിൽ നിന്ന് പഠിച്ചതാണ്. ചില കാര്യങ്ങളൊക്കെ ചില ടഫ്നെസ് നമ്മൾ ഉണ്ടായേ പറ്റൂ. കാരണം ബിക്കോസ് അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി നമുക്ക് റൺ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഞാനൊരു നല്ലൊരു ഐ എം എ പീപ്പിൾസ് പേഴ്സൺ ആക്ച്വലി. ജനകീയ മുഖമുള്ള ആളാണ്. കാരണം എനിക്ക് ആൾക്കാരെ ഒത്തിരി ഇഷ്ടമാണ്. കാരണം ഐ ലൈക്ക് ടോക്കിംഗ്. എനിക്ക് ആൾക്കാരോട് സംസാരിക്കാൻ ഇഷ്ടമാണ്, ഇടപെടാൻ ഇഷ്ടമാണ്. അതിനൊരു പല ഉദാഹരണങ്ങളുണ്ട്. ഞാൻ 2000 ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു 3 കോടി രൂപയുടെ ടേൺ ഓവർ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. നേരെ വെച്ച് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഞങ്ങൾക്ക് ആ സമയത്ത് ഒരു 500 കോടിയുടെ ടേൺ ഓവർ ഉണ്ടായിരുന്നു. 450 കോടി 500 കോടിയുടെ ടേൺ ഓവർ ഉണ്ടായിരുന്നു. ഞാൻ ബോർഡ് മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഇന്ത്യൻ മാർക്കറ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഫാദർ പറഞ്ഞു, ടെസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. അന്ന് 3 കോടി ഉണ്ടായിരുന്നത് ഇന്ന് 1700 കോടിയാണ്. അപ്പം നമ്മുടെ വർക്കാണ് എൻ്റെ അകത്ത്. കാരണം ഞാനന്ന് ഈ ഓൾ ഇന്ത്യ മുഴുവൻ ട്രാവൽ ചെയ്ത്
ഈ യൂണിലിവറിനെയും നെസ്ലേനെയും പെപ്സിനെയൊക്കെ പോയി കണ്ട് അന്നൊക്കെ ബിസിനസ് കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടുമല്ലോ എന്ന് പറഞ്ഞുകൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും തിരിച്ചു പോരും. കാരണം ധാരാളം ട്രാവൽ ചെയ്തു. ഞാൻ വേൾഡ് ഓവർ മുഴുവൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്, ലോകം മുഴുവൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക യങ്സ്റ്റേഴ്സ്, കോഫി വിത്ത് ലൂക്കിൽ ഇവിടെയാണ് ഒരു ടേണിംഗ് പോയിന്റ്. മലയാളിയാണ്, സാധാരണ കുടുംബ പശ്ചാത്തലം, പക്ഷെ അവിടെ നിന്ന് വളരെ വാശിയുണ്ടായിരുന്നു വളരണം. പക്ഷേ പിതാവിൻ്റെ അദ്ദേഹത്തിൻ്റെ ലെഗസി വലിയ ഇമ്പാക്റ്റ് ഈ തലമുറയിലുണ്ടാക്കി. ഒന്നുമില്ലായ്മയെന്ന് 3 കോടിയും ആഗ്രഹിച്ചു പോയി. ഇന്ന് എത്ര കോടിയാണ്? 1700 കോടി. നിങ്ങൾ തളർന്നിരിക്കുകയാണോ ഇന്ത്യൻ മാർക്കറ്റിൽ? അതെ, ഇന്ത്യൻ മാർക്കറ്റിൽ. ആർ യു റെഡി ഫോർ ഹാർഡ് വർക്ക്? എങ്കിൽ ലൈഫ് ചലഞ്ചിങ് ആണ്. ആ ലൈഫ് ചലഞ്ചിങ്ങിന് എക്സാമ്പിളാണ് ഡോക്ടർ ബിജു ജേക്കബ്. പക്ഷേ ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. അങ്ങ് കുറച്ചും കൂടെ ഒരു സ്പിരിച്വൽ പേഴ്സണും കൂടെ ഞാൻ അറിഞ്ഞത്. അപ്പം ഞങ്ങൾ സാധാരണ കോഫി വിത്ത് ലൂക്ക് എന്ന് പറയുന്നത് ഒരാളെ ബൂസ്റ്റ് ചെയ്യുന്നതല്ല, റിയാലിറ്റി മാത്രമേ പറയത്തുള്ളൂ. ഇത് അടുത്ത തലമുറയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ആരായിരുന്നു ബിജു ജേക്കബ്? ബിജു ജേക്കബിൻ്റെ ഫീഡ്ബാക്ക് എന്താ? നാളെ നിങ്ങൾ എത്ര ആളുകളുടെ ഹൃദയങ്ങളെ അട്രാക്റ്റ് ചെയ്തിട്ടുണ്ട്, എത്ര ഹൃദയങ്ങളെ നിങ്ങൾ തൊട്ടിട്ടുണ്ട്? പണം ഉണ്ടാക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരെല്ലാം ഏറെ ആയാലും 80 വയസ്സെന്ന് പറഞ്ഞോണം. ഇന്നിപ്പോൾ അതുപോലും ഇല്ല, ആയുസില്ല. കോവിഡ് സമയത്ത് നമ്മൾ കണ്ടതാണ് ധനവാന്മാരുടെയും ധനമില്ലാത്തവരുടെയും ഒക്കെ സിറ്റുവേഷൻ. പക്ഷേ നിങ്ങളൊരു ഈശ്വരവിശ്വാസിയാണ്. നിങ്ങൾ ചെയ്യുന്നതൊക്കെ അതിന് ഒരു പർപ്പസ് വിത്ത് എ മിഷൻ എന്ന് പറയാം, അല്ലേ? അങ്ങനൊരു മിഷനുണ്ട്. അപ്പം തിരിഞ്ഞ് നോക്കുമ്പോൾ ഇതിനകത്തൊക്കെ പിന്നിൽ ഒരു ദൈവാനുഗ്രഹം ഉണ്ടോ, അതോ നിങ്ങളുടെ മിടുക്കാണോ? 100% ഞാൻ എൻ്റെ അകത്ത് ദൈവാനുഗ്രഹം എന്നേ പറയത്തുള്ളൂ. കാരണം ഒരു വ്യക്തി, ഞാനൊരു നോട്ടി ചോദ്യം ചോദിച്ചത് കേട്ടോ. ഒരു വ്യക്തി ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പം അത് അയാൾ സക്സസ്ഫുൾ ആകുമോ, അയാൾ ആ ബിസിനസ് ലൂസ് ചെയ്യുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. സക്സസ്ഫുൾ ആവണമെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണ്, യു മസ്റ്റ് ബി ക്ലോസ് വിത്ത് ഗാഡ്. അതെ, ഈ ടോക്ക് ഇവിടെ വിരാമം വിടുക. അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ വരികയാണ്. അദ്ദേഹം പറഞ്ഞ ഒറ്റ വാക്കേ ഉള്ളൂ, എന്തൊക്കെ ചെയ്താലും എന്തെല്ലാം മിടുക്കുണ്ടെങ്കിലും ഈശ്വരൻ്റെ ഒരു കൃപയും കൂടെ ഉണ്ടെങ്കിലേ കാര്യം നടക്കത്തുള്ളൂ. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടും കാര്യമില്ല, അത് സെല്ല് ചെയ്യാൻ പറ്റണം. ഒരു പക്ഷേ നിങ്ങൾ നല്ല എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് പോകട്ടെ, ഒരു വീട്ടിലൊരു വട ഉണ്ടാക്കുകയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു ക്യാമറാമാൻ ആയിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു ആർക്കിടെക്റ്റ്, എന്തും ആവട്ടെ. പക്ഷേ നിങ്ങളുടെ ആ ഏരിയയിൽ നിങ്ങൾ എക്സലൻ്റ് ആവാൻ ശ്രമിച്ചാൽ, നിങ്ങൾക്ക് മിഷൻ ഉണ്ടെങ്കിൽ ദൈവത്തോട് നിങ്ങളൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്സ്പാൻഡ് ചെയ്യും. എൻലാർജ് യുവർ വിഷൻ, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ കോഫി വിത്ത് ലൂക്കിൽ ഈ ടോക്കിന് വിരാമയുടെ അടുത്ത എപ്പിസോഡ് നമുക്ക് കാണാം. ബിജു ജേക്കബ് അദ്ദേഹം മറ്റ് ജില്ലാ കുരുത്തക്കേടൊക്കെ ഉള്ള ഒരാളാണ്. വാഹനങ്ങളോട് ക്രേസുണ്ട്, സ്പോർട്സിനോട് ക്രേസുണ്ട്. അടുത്ത എപ്പിസോഡ് നമുക്ക് കാണാം, മറക്കരുത്. നിങ്ങളുടെ ലൈഫ് ചലഞ്ച് ചെയ്യുന്ന, ലൈഫ് ചേഞ്ച് ചെയ്യുന്ന അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. താങ്ക് യു ബിജു, ഡോക്ടർ ബിജു ജേക്കബ്. ഗുഡ് ജോബ്, അപ്രീഷിയേറ്റഡ്.